നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. 2026 ഏപ്രിൽ മാസത്തെ കലണ്ടർ PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൺഫർമേഷന് വേണ്ടിയിട്ടുള്ള കലണ്ടറാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതായത് കൺഫർമേഷൻ നൽകിയെങ്കിൽ മാത്രമേ ഈ പരീക്ഷകൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. ഏപ്രിൽ മാസം നടക്കാൻ പോകുന്നത് 170 പരീക്ഷകളാണ് എന്നാണ് നിലവിൽ കേരള PSCയിൽ നിന്ന് ഈ കലണ്ടർ വഴി നമുക്ക് അറിയാൻ പറ്റുന്നത്. 170 പരീക്ഷകൾ. നമുക്ക് എല്ലാവർക്കും അറിയേണ്ടത് ഇതിൽ APO അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷ ഉണ്ടാകുമോ, അതേപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷ ഉണ്ടാകുമോ, അതേപോലെ ഡിഗ്രി പ്രിലിംസ് പരീക്ഷ ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. മക്കളെ, ഇതിൽ ഏപ്രിൽ മാസത്തെ കലണ്ടർ പ്രകാരം ഇതിൽ APO പരീക്ഷയാണ് നടക്കാൻ പോകുന്നത്. സിവിൽ എക്സൈസ് ഓഫീസർ ഡിഗ്രി പ്രിലിമിനറി പരീക്ഷകൾ അടുത്ത മാസത്തിലായിരിക്കും നടക്കാനുള്ള സാധ്യത കൂടുതൽ. ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ APO ആണ്. നമുക്ക് ഓരോന്നായിട്ടൊന്ന് നോക്കി പോകാം. 2026 കൺഫർമേഷനുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ. ഒന്ന്, നെയിം ഓഫ് പോസ്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ അത് ഏത് ദിവസമാണ് എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് എന്നുണ്ടാവും. അതിന് അഡ്മിഷൻ ടിക്കറ്റ് എപ്പോഴാണ് കിട്ടുക എന്നുള്ളതും, അതിൻ്റെ എക്സാമിനേഷന് കൺഫർമേഷൻ കൊടുക്കേണ്ടത് എപ്പോഴാണെന്നുള്ളതും, എത്ര പേരാണ് ആ എക്സാമിനേഷൻ എഴുതാൻ പോകുന്നത് എന്നുള്ള വിവരങ്ങളും ഇതിലുണ്ട്. അപ്പോൾ ഇതിൽ ഒന്ന് നോക്കി വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടത് 420/2025 എന്ന് പറയുന്നത് 420/2025 എന്ന് പറയുന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഡയറക്ടർ റിക്രൂട്ട്മെന്റിനെ പറ്റിയിട്ടാണ്. മെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, ഓൾറെഡി ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷ കഴിഞ്ഞു. ഇനി മെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയാണ് നടക്കേണ്ടത്. അതിന്റെ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ്. പ്രിസൺ ആൻഡ് കറക്ഷണൽ സർവീസസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ജോലി കിട്ടാനായിട്ട് പോകുന്നത്. ഇതൊരു സ്റ്റേറ്റ് വൈഡ് പരീക്ഷയാണ്. അതല്ലാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു സ്റ്റേറ്റ് വൈഡ് പരീക്ഷയാണ്. 18/4/2026 ശനിയാഴ്ചയാണ് പരീക്ഷ നടക്കാൻ പോകുന്നത്. അതായത് ഏപ്രിൽ മാസം 18-ാം തീയതിയാണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷ നടക്കാൻ പോകുന്നത്. ഇതിന്റെ അഡ്മിഷൻ ടിക്കറ്റ് ഏപ്രിൽ മാസം 4-ാം തീയതിയോടുകൂടി നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എവിടെയാണ് പരീക്ഷ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതിന് കൺഫർമേഷൻ നൽകാനുള്ള തീയതി 7/2/2026, അതായത് 7-ാം തീയതി തന്നെ കൺഫർമേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 26/2/2026 വരെയാണ് കൺഫർമേഷൻ കൊടുക്കാൻ പറ്റുക. അപ്പം ഇനി കുറച്ച് ദിവസം കൂടി കൺഫർമേഷന് വേണ്ടിയിട്ടുണ്ട് എങ്കിലും നിങ്ങൾ ഇപ്പോൾ തന്നെ കൺഫർമേഷൻ കൊടുക്കാൻ ശ്രമിക്കാം. അവസാനം എത്തുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, നിങ്ങൾക്ക് ചിലപ്പോൾ ലാഗോ സൈറ്റ് ബിസിയോ അങ്ങനെയൊക്കെ ഉണ്ടായാൽ കൺഫർമേഷൻ കൊടുക്കാൻ പറ്റത്തില്ല, ചിലപ്പോൾ മറന്നുപോയേക്കാം. അതുകൊണ്ട് ഇപ്പോൾ തന്നെ കൺഫർമേഷൻ ഒന്ന് കൊടുത്തേക്കാം. ഇത് ഓൺലൈൻ എക്സാമിനേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലും 100 മാർക്കിന്റെ OMR എക്സാമിനേഷൻ ആയിട്ടാണ് നടക്കാൻ പോകുന്നത്. ഇതിൽ പ്രധാനമായിട്ടും 1.5 മണിക്കൂറാണ് പരീക്ഷയ്ക്ക് ഡ്യൂറേഷൻ ഉള്ളത്. 1,32,879 പേരാണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. 1,32,879. ഇനി കൺഫർമേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ എത്ര പേരാണ് പരീക്ഷ എഴുതാന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. സിലബസും ഇതിനോടൊപ്പം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം APO പരീക്ഷയാണ്. മക്കളെ, APO പരീക്ഷ നടക്കാൻ പോകുന്നത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. നോക്കിയോ, APO പരീക്ഷ നടക്കാൻ പോകുന്നത് ഏപ്രിൽ മാസമാണ്. ഏപ്രിൽ മാസം 18-ാം തീയതിയാണ് നടക്കാൻ പോകുന്നത്. APO പരീക്ഷ ഏപ്രിൽ മാസം 18-ാം തീയതിയാണ് നടക്കാൻ പോകുന്നത്. ഇത് കൂടാതെ നമ്മുടെ കമ്പനി ബോർഡുകളിലേക്കുള്ള വിവിധ കമ്പനി ബോർഡുകളിലേക്കുള്ള പരീക്ഷയും അവിടെ നടക്കുന്നുണ്ട്. അതായത് ഈ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ഡിഗ്രി ഉള്ളവർക്ക്, അതായത് MCOM അല്ലെങ്കിൽ BCOM ഒക്കെ പഠിച്ച ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന കുറച്ച് പരീക്ഷകളുണ്ട്. അവിടെ 93,000 അപേക്ഷകളാണുള്ളത്. അതിന്റെ തന്നെ മറ്റൊരു പോസ്റ്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് തന്നെയാണ് വരിക. അതും ഇതേപോലെ തന്നെ അക്കൗണ്ടന്റ് ഗ്രേഡ് 2 കമ്പനി ബോർഡുകളിലേക്ക് തന്നെയാണ്. 92,014 എണ്ണമുണ്ട്. ഇത് മറ്റേതുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, തെറ്റിദ്ധരിച്ചു പോകരുത് കേട്ടോ. അതായത് നോർമൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് തസ്തികയെ കുറിച്ച് അല്ല പറയുന്നത്. അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ കമ്പനി ബോർഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ജോബിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. പിന്നെ അക്കൗണ്ടന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് അവിടെ 1206 പേര് മാത്രമാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അക്കൗണ്ടന്റ് പാർട്ട് 1 ജനറൽ കാറ്റഗറി ആണെങ്കിൽ 2571 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അക്കൗണ്ടന്റ് പാർട്ട് 2 ഫിഷർമാൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണെങ്കിൽ 31 പേരാണ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട പരീക്ഷകൾ. ഏതാണ്ട് 170 പരീക്ഷകളുണ്ട്. ഇതിൽ LPയുമായി ബന്ധപ്പെട്ട ചില പരീക്ഷകൾ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട വിവരം. ഇതിൽ APO പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മക്കളെ ഇനി കുറച്ച് സമയം നമ്മുടെ മുൻപിലുള്ളൂ. അതായത് ഇന്ന് തീയതി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇന്ന് ഫെബ്രുവരി മാസമാണ്. 10-ാം തീയതി കാൽക്കുലേറ്റ് ചെയ്തോ, ഫെബ്രുവരി 10 ആണ്. ഓക്കെ, ഫെബ്രുവരി 10 തൊട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മാർച്ച് 10, ഏപ്രിൽ 10. ഓക്കെ, ഏപ്രിൽ 10, അതായത് നമ്മുടെ മുൻപിലുള്ളത് എത്രയാണ്, ഇവിടെ ഒരു 30 ദിവസം കിട്ടും, ഇവിടെ ഒരു 30 ദിവസം കിട്ടും. മൊത്തത്തിൽ ഒരു 70 ദിവസത്തെ സമയമാണ് നമുക്ക് പ്രിപ്പറേഷന് വേണ്ടി കിട്ടുക. ഈ സമയത്തിനുള്ളിൽ പഠിക്കേണ്ടത് മാത്രം പഠിച്ചാൽ, അതായത് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് റാങ്ക് കിട്ടാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന
ടോപ്പിക്കുകൾ മാത്രം പഠിച്ച് കാർഡടിച്ച് വെടിവെക്കാതെ ടോപ്പിക്കുകൾ മാത്രം പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ APO ജോലി നേടാനായിട്ട് പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളൊരു ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഫെബ്രുവരി മാസം 14-ാം തീയതി നമ്മുടെ വാലന്റൈൻസ് ഡേ ആണ്. ഫെബ്രുവരി 14-നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത് 16-നാണ്. കാരണം APO നമ്മുടെ മെയിൽ സിംഗിളാട എന്നുള്ളൊരു കോൺസെപ്റ്റിൽ പറഞ്ഞതാണ് കേട്ടോ. അത് വെറുതെ ഒരു രസത്തിന് വേണ്ടി ഇട്ടതാണ്. അപ്പൊ APO ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി മാസം 16-ാം തീയതിയാണ് കേട്ടോ. ഫെബ്രുവരി 16-ാം തീയതിയാണ് APO ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ കൃത്യമായിട്ട് 60 ദിവസം പ്രിപ്പറേഷന് വേണ്ടി കിട്ടും. ഓക്കെ, 16 തൊട്ട് 60 ദിവസം പ്രിപ്പറേഷന് വേണ്ടി കിട്ടും. ഇതൊരു ക്രാഷ് ബാച്ച് ആണ്. ഈ ക്രാഷ് ബാച്ചിന്റെ പ്രത്യേകത ഞാൻ ഒന്ന് പറഞ്ഞുതരാം മക്കളെ. ക്രാഷ് ബാച്ചിന്റെ പ്രത്യേകത പറഞ്ഞുതരാം. ഇതിൽ GKയിലെ ടോപ്പിക്കുകൾ വരുന്നത് പ്രയോറിറ്റി ബേസ്ഡ് ആയിരിക്കും. എല്ലാ ടോപ്പിക്കുകളും അവിടെ കാണില്ല. ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മാർക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ടോപ്പിക്കുകൾ ഐഡന്റിഫൈ ചെയ്ത് ആ ടോപ്പിക്കുകളായിരിക്കും നിങ്ങൾക്ക് GKയിൽ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. സ്പെഷ്യൽ ടോപ്പിക്ക് പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുന്നുണ്ടാവും, കവർ ചെയ്യുന്നുണ്ടാവും. മുഴുവൻ സ്പെഷ്യൽ ടോപ്പിക് കവർ ചെയ്യുന്നുണ്ടാവും. നമ്മുടെ അനശ്വര മിസ് ആണ് സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകൾ എടുക്കുക. സ്പെഷ്യൽ ടോപ്പിക്ക് മുഴുവൻ ടോപ്പിക്കുകളും ഒരെണ്ണം പോലും വിടാതെ കവർ ചെയ്യുന്നുണ്ടാവും. അതുകൂടാതെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം അവിടെയും നിങ്ങൾക്ക് കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള മാർക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകളായിരിക്കും കിട്ടുക. ഇതിനോടൊപ്പം തന്നെ കറണ്ട് അഫയറും പരമാവധി എക്സാമുകളും കിട്ടും കേട്ടോ. പരമാവധി എക്സാമുകളും നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ കിട്ടും. അപ്പോൾ ഒരു ടെസ്റ്റ് പാക്ക് കൂടി അല്ലെങ്കിൽ എക്സാമുകൾ കൂടി ഇതിനകത്ത് നിങ്ങൾക്ക് ആഡ് ഓൺ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഇത്രയും ടോപ്പിക്കുകളാണ് വരിക. ഈ ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ടോപ്പിക് വൈസ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും. അതിനോടൊപ്പം തന്നെ PDF നോട്ടുകൾ നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് വെച്ച് പഠിക്കാനുള്ള നോട്ടുകൾ കിട്ടും. പരമാവധി എക്സാമുകൾ, ഡെയിലി എക്സാമുകൾ കാണും, വീക്ക്ലി എക്സാമുകൾ കാണും. അങ്ങനെ പരമാവധി എക്സാമുകൾ എഴുതിപ്പിച്ച് നിങ്ങളെ ഒന്ന് മുന്നോട്ട് കൊണ്ടുവരാനുള്ള ശ്രമം ഉണ്ടാവും. നിങ്ങളൊരു ടെലഗ്രാം ചാനൽ കാണും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും കാണും. അങ്ങനെ നമ്മൾ ഫെബ്രുവരി മാസം 16-ാം തീയതി നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പൊ തന്നെ അഡ്മിഷൻ എടുത്തോടാ. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഫീസ് വളരെ കുറവാണ്. വളരെ കുറഞ്ഞ ഫീസിലാണ് നമ്മൾ ഈ ഒരു ബാച്ച് നടത്തുക. അപ്പോൾ ഇപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്തോണം, അഡ്മിഷൻ എടുത്തോണം. അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് 8281223366 എന്ന് പറയുന്ന നമ്പറിലോട്ട് വിളിച്ചാൽ മതി കേട്ടോ. 8281223366 എന്ന നമ്പറിലോട്ട് വിളിച്ചാൽ മതി. ഇല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാവും. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താലും മതി. നിങ്ങൾക്ക് നമ്മുടെ കൃത്യമായ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ വെയിറ്റ് ചെയ്യേണ്ട, ഇപ്പൊ തന്നെ എടുക്കുക. നിങ്ങൾക്ക് നേരിട്ട് ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് APO ക്രാഷ് ബാച്ച് എന്ന് പറയുന്ന ഭാഗത്ത് പോയാൽ അവിടെ ഡെമോ ക്ലാസ്സുകൾ കിടപ്പുണ്ട്. ആ ഡെമോ ക്ലാസ്സുകൾ കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ വെയിറ്റ് ചെയ്യേണ്ട, എത്രയും പെട്ടെന്ന് ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോ. സമയം നമ്മുടെ മുൻപിൽ വളരെ കുറവാണ്. നമുക്ക് ക്ലാസ്സിൽ കാണാം.